നമസ്കാരം. എമർജൻസി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത എന്താണ്? ഒരു അപകടം നടക്കുന്നു എന്നാണോ? ആരോ നിങ്ങളുടെ സഹായം തേടുന്നുണ്ട് എന്നുള്ളതാണോ? അതൊരു ഭയമാണോ? പണ്ട് പറഞ്ഞിട്ടുള്ള കഥയാണ്, ഒരിക്കൽ കൂടി പറയാമെന്ന് തോന്നുന്നു. ഒരു ബഹുനില കെട്ടിടത്തിൽ ഒരാൾ ജോലി എടുത്തുകൊണ്ടിരിക്കുക. കെട്ടിടത്തിന് തീ പിടിച്ചു. പക്ഷെ വളരെ വൈകിയാണ് അയാൾ അറിയുന്നത് മൊത്തത്തിൽ കെട്ടിടത്തിൽ തീയാണെന്ന്. പെട്ടെന്ന് ഫോൺ എടുത്ത് ആരെ വിളിക്കണമെന്ന് അറിഞ്ഞുകൂടാ. താഴത്ത് ഫയർഫോഴ്സിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഒരുപക്ഷെ താൻ മരിക്കാൻ പോവാണ്. ആരെ വിളിക്കും? ആരെ സഹായം തേടി വിളിക്കും? അയാൾ ഒരു നമ്പർ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ പരതുന്നുണ്ട്. തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുന്നു. തീ അടുത്തേക്ക് എത്തുന്നു. പക്ഷേ ആ നമ്പർ, അയാളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടും അയാളുടെ നമ്പർ കിട്ടുന്നില്ല. അങ്ങനെ തീ അയാളെ വിഴുങ്ങുന്ന നേരത്തെ അയാൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. അതൊരു സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ ഒരു ആശ്വാസം കൊണ്ടിരുന്നതിന് ശേഷമാണ് അയാൾ ഞെട്ടലോടെ ആ കാര്യം ഓർക്കുന്നത്. സ്വപ്നത്തിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ താൻ അന്വേഷിച്ച പേരിൻ്റെ ഉടമ മരിച്ചിട്ട് 4 വർഷമായി. 4 വർഷത്തിന് അയാൾ കടന്നുപോയിട്ട് 4 വർഷത്തിന് ശേഷവും ഒരു അപകടം വന്നപ്പോൾ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ മനസ്സിലേക്ക് വന്നത് അയാളുടെ പേര് മാത്രമാണ്. ചിലപ്പോൾ ഈ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ നമ്പർ നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഫോൺ വാങ്ങിച്ച് രജിസ്റ്ററൊക്കെ ചെയ്യുമ്പോൾ എമർജൻസി കോൺടാക്റ്റ് എന്നൊരു ഓപ്ഷൻ ചോദിക്കും. അതായത് എന്തെങ്കിലും അപകടം വന്നാൽ, ഇപ്പോൾ മൊബൈൽ പെട്ടെന്ന് നിലത്തേക്ക് വീണാൽ അതൊരു അപകടമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ആരെ വിളിക്കണം എന്നൊരു ചോദ്യമാണ്. ആരെ വിളിക്കണം? അവിടെ ആരുടെ നമ്പറാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? നിങ്ങളൊരു പക്ഷേ ഏറ്റവും സ്നേഹിക്കുന്ന മനുഷ്യൻ്റെ നമ്പറായിരിക്കണം എന്നില്ല. വിളിച്ചാൽ ഒരു സാഹചര്യം വന്നാൽ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഉറപ്പായിട്ടും ഓടിയെത്തും എന്നുറപ്പുള്ള ഒരാളുടെ നമ്പറാണ് സേവ് ചെയ്യുക. വെറുതെ ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിങ്ങനെ പുതിയൊരു മൊബൈൽ നാളെ വാങ്ങിക്കുമ്പോൾ ഒരു എമർജൻസി സാഹചര്യം വന്നാൽ, നിങ്ങളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ആരെ വിളിക്കും? നിങ്ങൾ ആരുടെ നമ്പർ കൊടുക്കും? എന്തായാലും ഓടിയെത്തുന്ന ഉറപ്പുള്ള ആ നമ്പർ ആരുടേതാണ്? രണ്ടാമത് ഇതിനോട് ചേർന്ന് പറയാനുള്ളത്, 2020 യൂറോ കപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ ആ വർഷം ഡെൻമാർക്കും ഫിൻലൻഡുമായിട്ടൊരു മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. ആ മാച്ചിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതിലെ പ്ലെയർ ക്രിസ്റ്റ്യൻ എറിക്സൺ, അദ്ദേഹം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരാണ്. ഗെയിമിൻ്റെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന അയാൾ കൊളാപ്സ്ഡ് ആവാണ്. ആ സിറ്റുവേഷനിൽ ഡെൻമാർക്കിൻ്റെ ക്യാപ്റ്റൻ സൈമൺ കജേർ എന്ന് പറയുന്ന ഒരാൾ ഓടി വരികയും ഈ എറിക്സനെ പ്രത്യേക രീതിയിലൊന്ന് ചരിച്ച് ഇങ്ങനെ മടിയിലിരുത്തി കഴുത്തൊരു പ്രത്യേക രീതിയിൽ ചരിച്ചു. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ എയർ ഫ്ലോ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. മരണത്തോട് മല്ലടിക്കുന്ന ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവനെ നിലനിർത്തിയത് സൈമൺ കജേർ എന്ന് പറയുന്ന ക്യാപ്റ്റൻ്റെ പ്രോയാക്റ്റീവായിട്ടുള്ളൊരു ഇടപെടലാണ്. മാത്രമല്ല, ഡെൻമാർക്കിൻ്റെ എല്ലാ പ്ലെയേഴ്സും ഈ വീണ് കിടക്കുന്ന തൻ്റെ സഹതാരത്തിന് ചുറ്റും നിന്നു. കാരണം കാണികൾ ക്യാമറയിൽ ഈ രംഗം പകർത്തരുത് എന്നുള്ള ചിന്തയുണ്ടായി. ഒരുപക്ഷെ അയാൾ മരിക്കുമായിരിക്കും ഉടനെ തന്നെ. ഇവരെല്ലാവരും വട്ടം നിന്നാണ് ഗ്രൗണ്ടിന് പുറത്തേക്ക് എത്തിക്കുകയും പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്തെത്തിക്കുകയും അയാൾ ജീവൻ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇൻ്റർനാഷണൽ ഫെയർ പ്ലേ അവാർഡ് കിട്ടിയത് ഈ ഡെൻമാർക്കിൻ്റെ ടീമിലെ സൈമൺ കജേർ എന്ന് പറയുന്ന ആൾക്കാണ്. അതിന് കാരണം, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ ഏറ്റവും പ്രൊആക്റ്റീവായിട്ട് ഇടപെട്ടത് കൊണ്ട് ഒരാൾ ജീവൻ രക്ഷിക്കപ്പെട്ടു. ഇതൊരു സ്പോർട്സിൽ സിറ്റുവേഷൻ ആണെങ്കിലും നമ്മുടെയൊക്കെ ലൈഫ് സിറ്റുവേഷൻസിൽ ചിലപ്പോൾ നമ്മുടെ ഭാര്യ പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്തോ, അല്ലെങ്കിൽ അപ്പം പറഞ്ഞ അത് ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യത്തെ പ്രതിയോ, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകൻ പറഞ്ഞതിനെക്കുറിച്ച്, അല്ലെങ്കിൽ കൂട്ടുകാരൻ ഇടപെട്ട ചില ഇടപെടലുകൾ കൊണ്ട് നമ്മൾ മരണതുല്യമായ ചില വേദനകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടില്ലേ? നമ്മൾ ആ ഒരു സുഹൃത്തിനെയോ ആ ഇടപെടലിനെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഇതെല്ലാം ഞാൻ ഈ ഓരോ ഒന്നായിട്ട് ഇങ്ങനെ പറയുന്നത് ലൈഫിനെ കൂടെ അനലൈസ് ചെയ്യാനാണ്. കാരണം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തന്നെ സഹായിക്കുന്നുണ്ട്. സോക്രട്ടീസ് പറഞ്ഞ പോലെ എ ലൈഫ് അൺഎക്സാമിൻഡ് ഈസ് നോട്ട് വർത്ത് ലിവിങ് എന്നാണ്. ഇനി പറയാനുള്ളത് ട്രാഫിക് സിനിമയിലെ ഒരു രംഗമാണ്. സുദേവൻ നായർ എന്നാണ് അതിനകത്ത് ശ്രീനിവാസൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ആ സിനിമ എന്ന് പറയുന്നത് ഒരു ഫേമസ് സിനിമാ താരത്തിൻ്റെ മകൾക്ക് ഹൃദയം മാറ്റിവെക്കുന്ന ഒരു സർജറി വേണം. അപ്പോൾ ഹൃദയം റെഡിയാണ്, പക്ഷേ എറണാകുളത്ത് നിന്ന് പാലക്കാട് വരെ ഇത് തമ്മിലാണ് സിറ്റുവേഷൻ ദൂരമുള്ളത്. 2 മണിക്കൂറിനുള്ളിൽ 150 കിലോമീറ്റർ കടന്നെത്തണം. ആ ഒരു പ്രഷർ എടുക്കാൻ ഒരു ഡ്രൈവേഴ്സ് പോലും തയ്യാറാവുന്നില്ല. ശ്രീനിവാസൻ്റെ ക്യാരക്ടർ സുദേവൻ നായർ, അയാളിങ്ങനെ കൈ ഉയർത്താണ്, ഞാൻ ഓടിക്കാൻ വണ്ടി. അതിനൊരു കാരണമുണ്ട്. കുറച്ച് കാലം മുമ്പ് ഈ പോലീസുകാരനാണ്, അങ്ങനെ കണ്ടമാനം പൈസയൊന്നുമില്ല, മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിക്കേണ്ടി വന്നൊരു സാഹചര്യം വന്നു. അയാൾ സത്യസന്ധനായിരുന്നു, പക്ഷേ ഫോഴ്സ്ഫുള്ളി അയാൾ വാങ്ങിക്കേണ്ടി വന്നുപോയി. അതിൻ്റെ പേരിൽ അത് വലിയ വാർത്തയാവുകയും നാണക്കേടാവുകയും കൈക്കൂലി വാങ്ങിച്ച പോലീസുകാരൻ എന്നറിയപ്പെടുകയും മകൾക്ക് അയാളോടുള്ള റെസ്പെക്റ്റ് പോവുകയും ചെയ്തു. മകൾ അയാളെ കാണുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നടക്കുക. അങ്ങനൊരു സിറ്റുവേഷനിൽ തൻ്റെ കളഞ്ഞുപോയ സൽപ്പേര് തിരിച്ചു പിടിക്കാനുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ അയാൾ മുമ്പ് ഇങ്ങനെ വന്നു വീഴാണ്. ഒരു സാഹചര്യം, ഒരു കച്ചിത്തിരുമ്പ് പിടിച്ചു കയറാൻ.
സുധേന്ദ്രനായർ തൻ്റെ ജീവനെക്കുറിച്ച് അപകടത്തെക്കുറിച്ച് തനിക്ക് ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് അയാൾ ചിന്തിക്കുന്ന അയാൾ കൈ ഉയർത്താണ്. ഒടുവിൽ ട്രാഫിക് സിനിമയുടെ ക്ലൈമാക്സ് ഷോട്ട് എന്ന് പറയുന്ന രംഗം എന്ന് പറയുന്നത് ഈ ഹൃദയം കൃത്യസമയത്ത് എത്തുകയും സർജറി ഭംഗിയായിട്ട് നടക്കുകയും കുട്ടി ജീവിക്കുകയും ചെയ്യുന്നു. ഇതിലെടുത്തു പറയേണ്ടത് സുദേവൻ നായർ എന്ന പോലീസുകാരൻ്റെ ധീരതയാണെന്നുള്ള വാർത്ത ഇങ്ങനെ സുദേവൻ നായരുടെ അയൽവക്കത്തുള്ള ആളുകളൊക്കെ ഒരുമിച്ച് ടി വിയിൽ കാണുമ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരിക, സ്കൂളിൽ നിന്ന് അവളിങ്ങനെ അകലിൽ നിന്ന് നോക്കുമ്പോൾ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അച്ഛൻ്റെ ധീരതയെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൈയടിക്കുന്നു. ആ അച്ഛൻ തൻ്റെ മകളുടെ മുമ്പിൽ തൻ്റെ സൽപ്പേര് കളഞ്ഞു പോയത് തിരിച്ചെടുക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്, എനിക്ക് കളഞ്ഞുപോയ ചില നന്മകൾ, അല്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ ബാഡ് ഇമേജ് ഉണ്ടാക്കിയ ചില കാര്യങ്ങൾ, അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് ഓക്വേർഡായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കാരണം എന്തോ ഉള്ളിൽ നിന്ന് പറയാൻ തോന്നുന്നു. ഞാൻ ഈ സെമിനാരിയിൽ പള്ളിയിലച്ഛനാൻ പോയ സമയത്ത് അന്നത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ച് ഒരു അച്ഛനാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടും നന്മയായിട്ട് എല്ലാവരും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എൻ്റെ കുടുംബത്തുള്ളവർക്കും അയൽവക്കത്തുള്ളവർക്കും ബന്ധുക്കൾക്കൊക്കെ ഒരു പുരോഹിത അച്ഛനാവുന്നതിൻ്റെ ഒരു സംഗതി കാര്യമായിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടായി. അത് എനിക്ക് വേണ്ടി എല്ലാ ദിവസവും കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പേപ്പറുണ്ടായിരുന്നു. പറഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് പേരുണ്ട് നമ്മളെ അച്ഛനാവാൻ വേണ്ടി അവരെ തന്നെ ഒരുക്കിയ മനുഷ്യരുണ്ടായിരുന്നു. അവരൊക്കെ മുറിപ്പെടുത്തിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ എനിക്കത് എങ്ങനെയും തിരിച്ചു പിടിക്കണമെന്നുണ്ടായിരുന്നു, കളഞ്ഞുപോയ പേരൊക്കെ. പിന്നീട് ജീവിച്ചതും അന്വേഷിച്ചതും തിരഞ്ഞതും ഒക്കെ എന്തിലൊക്കെ ആവണം എന്നുള്ളൊരു ചിന്തയുടെ പുറത്തായിരുന്നു. എനിക്ക് പറയാനുള്ളത്, കളഞ്ഞുപോയ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ നമുക്കൊക്കെ ഒരു സാഹചര്യം കിട്ടും, ഒരു സന്ദർഭം കിട്ടും, കയറി പിടിക്കുക എന്നുള്ളതാണ്. കളഞ്ഞുപോയ തൻ്റെ സൽപ്പേര്, മകളുടെ മുമ്പിൽ തൻ്റെ ആത്മാഭിമാനം, ഒരച്ഛൻ എന്ന നിലയിൽ തൻ്റെ സ്ഥാനം തിരിച്ചു പിടിക്കാൻ ഒരു സാഹചര്യം വന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് കൈ ഉയർത്തിയ സുദേവൻ നായരെ പോലെ ചില സമയത്ത് നമ്മളൊക്കെ കടന്നു പോയ സാഹചര്യം, ഭാര്യയുടെ മുമ്പിൽ നമ്മുടെ പേര് ഇപ്പോൾ മോശമായിരിക്കാം, അയൽവക്കാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ തിരിച്ചു പിടിക്കാൻ അവസരമുണ്ടെന്ന് മാത്രം പറയുന്നു. ഒരു കുട്ടി കഥ കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാന്ന് കരുതുന്നു. നിങ്ങൾ കേട്ട് മറന്നിട്ടുള്ള കഥ തന്നെയായിരിക്കും. ഒരു മാൻ, അതിൻ്റെ കൊമ്പുകളുടെ സൗന്ദര്യത്തിൽ ഭയങ്കരമായൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കാലുകളെ അതെപ്പോഴും വെറുത്തിരുന്നു. മെലിഞ്ഞുണങ്ങിയ, കാണാൻ ഭംഗിയില്ലാത്ത കാലുകൾ എന്നാണ് അതെപ്പോഴും പരാതിപ്പെട്ടിരുന്നത്. ഈ നദിയുടെ അടുത്ത് ചെന്നിട്ട് എല്ലാ ദിവസവും അതിങ്ങനെ തൻ്റെ റിഫ്ലക്ഷൻ നോക്കും, കൊമ്പുകളുടെ സൗന്ദര്യം ഇങ്ങനെ നോക്കി സ്വയം ആസ്വദിക്കും. എന്നിട്ട് മെല്ലെ കാലിലോട്ട് നോക്കിയിട്ട് ചെറിയ കുറ്റബോധത്തോടു കൂടി അതിങ്ങനെ തിരിച്ചു കിടക്കും. ഒരിക്കലുപോലെ തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന നേരത്ത് ഒരു ചീറ്റപ്പുലി പാഞ്ഞെടുക്കുകയാണ്. ഞെട്ടിത്തെറിച്ച് ഇത് ഓടുകയാണ്, തീരത്തോടിങ്ങനെ ആഞ്ഞോടുന്നു. പെട്ടെന്ന് കാട്ടിലേക്ക് കയറേണ്ടി വരുന്നു. കാട്ടിലൂടെ വളഞ്ഞും പൊളഞ്ഞും ഓടുന്ന നേരത്ത് ഒരുപാട് വള്ളികൾ തൂങ്ങിക്കിടക്കുന്ന കുറച്ച് മരങ്ങളുണ്ടായിരുന്നു. ഏതോ ഒരു മൊമെൻറ്റിൽ തൻ്റെ സുന്ദരമായ കൊമ്പ് ആ വള്ളിയിൽ ഇങ്ങനെ കുടുങ്ങി അതിങ്ങനെ പെട്ട് തൂങ്ങിക്കിടക്കുകയാണ്. ചീറ്റപ്പുലി വരുന്നു, അതിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുന്നു. ആ മൊമെൻറ്റിൽ ആ മാൻ ചിന്തിക്കുകയാണ്, ഇത്രയും കാലം ഞാൻ എൻ്റെ ഒരു സ്വത്ത്, സൗന്ദര്യം എന്ന് കരുതിയ കൊമ്പുകളാണ് എന്നെ ചതിച്ചത്. ഞാൻ ഒരു തരത്തിലും പരിഗണിക്കാതിരുന്ന, എപ്പോഴും ഒരല്പം വെറുപ്പോടൊക്കെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കാലുകളാണ് ഇതുവരെ എൻ്റെ ജീവൻ പിടിച്ചെടുത്താൻ സഹായിച്ചത്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. പക്ഷേ ഈ പ്രായത്തിൽ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവുണ്ടാവും, നമ്മൾ സുന്ദരമെന്നും ഡിപ്പെൻഡബിൾ എന്നും നമ്മുടേതെന്നും കരുതിയ പലതും തന്നെയാണ് നമ്മളെ അപകടത്തിൽപ്പെടുത്തിയത്. നമ്മളത്ര ഭംഗിയില്ലെന്ന് കരുതിയ, ഇറലവൻ്റ് എന്ന് പറഞ്ഞ് മൂലക്കിട്ട, തിരിഞ്ഞു നോക്കാതിരുന്ന ചിലരാണ്, ചില കാര്യങ്ങളാണ് നമ്മളെ പലപ്പോഴും ഓടാൻ സഹായിച്ചിട്ടുള്ളത്. എമർജൻസി എന്നൊരു വാക്കിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇന്ന് പറഞ്ഞ ഈ 3-4 സിറ്റുവേഷൻസിലൂടെ ഒരു എമർജൻസി സാഹചര്യം വന്നാൽ നിങ്ങൾ വിളിക്കുന്നത് ആരെയായിരിക്കും? ജീവിതത്തിലെ കളഞ്ഞുപോയ നന്മകൾ, കളഞ്ഞുപോയ പേര്, സ്നേഹമൊക്കെ തിരിച്ചു പിടിക്കാൻ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മളത് ചാടിക്കയറി പിടിക്കണ്ടേ? അതുപോലെ തന്നെ നമ്മുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് കരുതിയ കാര്യങ്ങൾ തന്നെയാണോ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? നമ്മൾ വേണ്ട എന്നും അത്ര ശ്രദ്ധ കൊടുക്കാണ്ടും കരുതിയിരുന്ന ചില കാര്യങ്ങളിലും സൗന്ദര്യമില്ലേ? എല്ലാവരെയും പരിഗണിക്കേണ്ടതില്ലേ? അതുപോലെ ആ ഫുട്ബോൾ ടീമിലെ സൈമൺ കജേറിനെ പോലെ ഒരു ഇമ്പോർട്ടൻ്റ് സാഹചര്യം വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിൽ ഇടപെടുക? താങ്ക് യു. അടുത്ത വർത്തമാനത്തിൽ കാണാം. സി യു.